ദാസേട്ടൻ വിളിക്കുകയും ചെയ്യായിരുന്നോ? ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ കൊണ്ടുവന്ന അല്ല അത് ഇഷ്ടമാണല്ലോ, അതിലൊരു വാക്ക് ഭയങ്കരമായിട്ട് അല്ല എല്ലാരും പറഞ്ഞ എന്ത് പ്രശ്നം അത് നിനക്ക് ഞാൻ അറിയില്ല, ഇംഗ്ലീഷിലാണ് കളിച്ചത് ആരോടാന്നറിയില്ല, നിനക്ക് ശരിയാക്കി തരാറുണ്ട്. ദുബായി പോയായിരുന്നു? എന്തായിരുന്നു ജോലി അവിടെ? പറഞ്ഞ ഞാൻ മണ്ണിന്റെ എഫക്റ്റൊക്കെ നോക്കിയിരുന്നു വന്ന്. പറഞ്ഞാല് നമ്മുടെ കൈ കാശിന് പൂത്തിരിക്കലായിരുന്നു, കുഴപ്പമില്ല, കടം വെച്ചിട്ട് പോയിരുന്നു. ദാരിദ്ര്യം പറയുമ്പോഴെങ്കിലും ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം റാപ്പ് പാടിയിട്ട് അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു. ഒരു റാപ്പ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് റെക്കോർഡിങ് പരിപാടി കുറെ പൈസ ചെലവും കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചു നീ പറഞ്ഞ കുറ്റങ്ങളും കുറവുകളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത് കുറ്റങ്ങളായി തവള കരഞ്ഞു അങ്ങനെ കുറ്റല്ല അന്ന് വീട്ടില് പറയുമ്പോൾ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്, ഞങ്ങൾ 5 മക്കളാണ്. 5 മക്കള് വിത്ത് എന്റെ വൈഫ് ഉണ്ട്. 3 കുട്ടികളാ? ആഗ്രഹം ഒരു 7th പിള്ളേരായിരുന്നു. പക്ഷെ അവള് നീ അളിയൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഉണ്ടാകിയ നിന്നെ കൊല്ലും, എന്റെ പെങ്ങളേക്ക് കാണണം പറഞ്ഞു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രേണു ചേച്ചിയുടെ ആ ഒരു സ്പൂഫ് എടുത്താൽ തന്നെ ഒരുപാട് പേര് നിങ്ങൾക്ക് നല്ല രീതിയിലും കമന്റ് വരുന്നുണ്ട്, മോശമായിട്ടും കമന്റ് വരുന്നുണ്ട്. കുറെ പേര് പറയുന്നത് നിങ്ങൾ ബോഡി ഷെയിം ചെയ്യാന്ന്. ആ ഒരു അവരെ പോലത്തെ ഒരാളെ നിങ്ങൾ എന്തിനാണ് ആ സ്ത്രീനെ ബോഡി ഷെയിം ചെയ്യുന്നത്? എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ നല്ലവരല്ല, എല്ലാം തേഞ്ഞവരല്ല എന്നൊക്കെ പറഞ്ഞ് ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരും പറയുന്നുണ്ട് അവൻ എന്റെ മറുകൊക്കെ ഇങ്ങനെയൊക്കെ തേച്ച് വെച്ചിട്ടാണ് എന്നെ കോപ്രായം കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതായത് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാണ്ടാണ്. പണ്ട് തൊട്ടേ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടില് തമാശ രൂപത്തിൽ അവതരിപ്പിച്ചിരുന്ന എന്താന്ന് പറയാ മിമിക്രി എന്ന് പറഞ്ഞ ആയിട്ടുണ്ടായിരുന്നു. അതൊരു തരത്തിൽ ബോഡി ഷെയ്മിങ് അല്ലേ? ഒരാളുടെ അതേ കോസ്റ്റ്യൂം ഇട്ട് അയാളുടെ സംസാര രീതി അയാളുടെ പേരും പറഞ്ഞിട്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മ ചെയ്യണത് ഒരിക്കലും അവരുടെ പേരോ നാളോ ഒന്നും പറയാറില്ല. ഓൺലി മേക്കപ്പിലൂടെ മാത്രം നമ്മൾ സംസാരിക്കാറില്ല. അവരുടെ പേര് പോലും നമ്മൾ കൃത്യമായിട്ട് പറയാറില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പറയാറില്ല. പിന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ എന്തൊരു പ്രത്യേകത കഥാപാത്രത്തിന്റെ ശരിക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യണതാ. നമ്മൊരു ഇപ്പൊ ചേട്ടന്റെ ഫേസ് ആവണെങ്കിൽ അതേപോലെ ഫേസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സംസാരിക ആക്ഷൻ കാണിക്കുമ്പോൾ കുറച്ച് കൂടുതലായി ഓവറായെന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഒരാളെ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. എന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തേ, ആരെങ്കിലും എന്റെ ഒരു ശൈലി കാണിച്ച് ഞാൻ പറയാൻ പോണത് നിങ്ങൾ എങ്ങനെയാണ് ആ കണ്ടന്റിലേക്ക് എത്തുന്നത്? അപ്പൊ കണ്ണ് കുറച്ച് അടിക്കാക്കണം. നമ്മളൊരാളെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് താഴ്ത്താൻ പറ്റില്ല. ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ കയറുമ്പോഴാണ് നമുക്ക് അതായി മാറുന്നത്. ഇപ്പൊ ചില ആൾക്കാർ മോഹൻലാൽ ഇങ്ങനെ തോള് തിരിച്ചിട്ട് പോകും. കുറച്ച് ഡയലോഗുകളൊക്കെ പോയി. അയ്യോ ആ ഒരു രക്ഷയില്ലട്ടാ മച്ചാനെ. എന്നോട് പലരും കാണുമ്പോ എന്റെ വീഡിയോന്റെ കമന്റ് എന്ന് അറിയാമോ, അവതാരകൻ 2 അടിച്ചിട്ട് ഇരിക്കണേന്ന് തോന്നുന്നു. എടാ പോലീസുകാർ നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോ അടിച്ച് പഴുത്തിരിക്കണത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് എന്റെ കഞ്ചാവ് അടിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഒബ്സർവേഷൻ അടിപൊളി. ദിവനൊന്ന് കാണിച്ചേ. ആളെന്ന് വെച്ച് കഴിഞ്ഞാല് നൈസായിട്ട് പീസ്ഫുൾ ആയിട്ട് നടക്കാം. നോർമലി വന്ന് കുറച്ചൊക്കെ നോക്കി അവിടെ വെച്ച് അങ്ങനത്തെ ഒരു ശൈലി ആളുടെ തിക്ക് നിറക്കം വേണമെന്നില്ല.
എല്ലാം ശാന്തനായിട്ട്. നല്ല ശാന്തനായിട്ട്. ആയിരിക്കും ചേട്ടൻ ഇഷ്ടായി അത് മതി. നിങ്ങളെ പാടി ഞാൻ അവിടെ പോയി എനിക്ക് ആരും വിളിച്ചിട്ടുണ്ട് കുറുക്കിട്ട് വരാം. ഓക്കെ, ഇനി ഇപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ നിങ്ങൾ അടുത്തടുത്ത പ്ലാനുകളൊക്കെ എന്താണ്? ഇനി പുതിയത് ഇങ്ങനെ വരുന്നു, അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മ ഇറക്കുന്നു. അടുത്തത് മീഡിയ ഇങ്ങോട്ട് വരും. ചൈന അതായത് നമ്മള് ട്രോള് മാത്രല്ല, ഞാനൊരു പുതിയ റാപ്പ് ഇറക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഫസ്റ്റ് തുടങ്ങിയ റാപ്പിന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇപ്പുറത്ത് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികൾ തുടങ്ങിയപ്പോൾ ഇത് ഭയങ്കരമായിട്ട് റീച്ച് ആയപ്പോ റാപ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. റാപ്പ് സത്യം പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം റാപ്പ് പാടിയിട്ട് അങ്ങനെ തുടങ്ങാന്ന് വിചാരിച്ചു. റാപ്പ് പാടിയിട്ട് നമുക്ക് ഡെയിലി അതിനുള്ള പരിപാടികൾ നടക്കൂല. ഒരു റാപ്പ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് റെക്കോർഡിങ് പരിപാടി കുറെ പൈസ ചെലവും കാര്യങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചു അതിനുള്ള സാമ്പത്തികം നമുക്കില്ല. അപ്പൊ നമ്മളെന്ത് വിചാരിച്ചു, ബേസ് ഉണ്ടാക്കാം. നമ്മൾ ആദ്യം നാട്ടുകാരൊന്നും അറിയട്ടെ. നാട്ടുകാർ അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഞാൻ വ്ളോഗുകൾ ചെയ്തു തുടങ്ങി. നമ്മുടെ നാട്ടിലെ എന്റെ നാട്ടിലെ ആംഗിന്റെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള ക്ഷാമമാണ്. ഇതിന്റെ വ്ളോഗുകൾ ഞാൻ തുടങ്ങി. യൂട്യൂബിൽ വ്ളോഗ് മാത്രം. വെള്ളം ഇല്ലാന്ന് പറഞ്ഞിട്ട്, വെള്ളമില്ല, കുടിവെള്ളം ഇല്ല. അപ്പൊ അത് സംസാരിച്ചു തുടങ്ങിയപ്പോ നാട്ടിലെ നോർമൽ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ നമുക്കൊന്ന് എതിരെ തിരിഞ്ഞു. കാരണം നീ രാഷ്ട്രീയം നോക്കിയാണ് സംസാരിക്കുന്നത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ നാട്ടിൽ ആദ്യം അറിയപ്പെട്ടത് കുറച്ച് അങ്ങനത്തെ ആളുകളായിരുന്നു, ഈ രാഷ്ട്രീയക്കാര്, പ്രായമുള്ള ആളുകൾ. അങ്ങനെയാണ് എന്നെ ചർച്ച ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി നാട്ടുകാരെ കൊണ്ട് വെറുപ്പിച്ച് കയറി. ഞാൻ പറഞ്ഞിട്ട് ഒന്നും നടക്കില്ല ഇവിടെ. എനിക്ക് പറയാൻ എന്റെ വായിലെ വെള്ളം എന്നെ ദേഷ്യമാണ്. നിന്റെ വീട്ടിലൊക്കെ വന്ന് പറയാം, നിന്റെ മോനോട് സൂക്ഷിച്ചാൽ പാർട്ടിക്കാർക്കൊക്കെ എതിര് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. നമുക്കതൊരു പേടില്ല, നമ്മൾ ഈ സാധാരണക്കാരനല്ലേ, ഇല്ലാത്ത കാര്യങ്ങളും പറയണേ. അപ്പൊ എനിക്ക് തോന്നി എന്തിനാ വെറുതെ ശത്രുത ഏറ്റുപിടിക്കുന്നു. ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ട് വ്ളോഗ് പരിപാടി നിർത്തിയിട്ട് ഞാൻ വേറെ യാത്രകളും പരിപാടികളായി. അതിനുശേഷമാണ് പിന്നെ ഈ റാപ്പ് പരിപാടി എന്നൊക്കെ വരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കുറ്റങ്ങളും കുറവുകളൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നത്. അപ്പുറത്തെ വീട്ടിലെ തവള കരഞ്ഞു അങ്ങനത്തെ സാധനം. പിന്നെ എങ്ങനെ കുറ്റം പറയാണ്ടിരിക്കുക? പൂച്ചക്കരഞ്ഞു തന്നെ അവരെ സന്തോഷപ്പെടുത്തി പാട്ടിനെ കോപ്പിടിച്ച് ചെയ്തോണ്ട് ഞാനിത് പറയും, മോനെ ഇത് പാടിന് തേരല്ല എന്നെ വിളിക്കുക. നല്ല സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വന്നു. ഫസ്റ്റ് പാടിയ റാപ്പ് ഏതായിരുന്നു? ഫസ്റ്റ് പാടിയ റാപ്പ് സിബിക്കുട്ടൻ എന്ന റാപ്പ്. അതേതായിരുന്നു? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിബി എന്നാണ് പേര്. ഈ റാപ്പ് ചെയ്യുമ്പോഴും നിങ്ങൾ രണ്ടും കൂടി പ്ലാൻ ചെയ്യാറുണ്ട്? ദുബായിലായിരുന്നു. മരുഭൂമിയിൽ ഒരു മിനിറ്റ്, ദുബായ് പോയായിരുന്നു? എന്തായിരുന്നു ജോലി അവിടെ? പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹർബാനയുടെ ഓപ്പറേറ്റർ ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹർബാനയുടെ ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ. പിന്നെ നല്ല ഡിസൈൻ വർക്ക്, പിന്നെ മണ്ണിന്റെ എഫക്റ്റ് ഒക്കെ നോക്കിയിരുന്നു. വന്ന് അതൊക്കെ ഒരുപാട് മണ്ണിന്റെ എഫക്ട് നോക്കിയെന്ന് പറഞ്ഞാൽ മണ്ണിലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല, കെടുക്കാൻ വരെ നിലത്തായിരുന്നു. മണ്ണിന്റെ എഫക്ട് നോക്കി ഇവരെ കൊണ്ടുപോയിട്ട് ഒരുത്തും പറ്റിച്ചതാ. എത്ര പറഞ്ഞാല് 2 കൊല്ലം. 2 കൊല്ലം. എത്ര രൂപ? അങ്ങനെ അന്ന് ഒരു 50,000 കൊടുത്തിട്ട് അവിടെ നിന്ന് കയറി പോണു. ഈ 50,000 രൂപ കൊടുക്കാൻ വീട്ടിലെ അവസ്ഥ ഇപ്പൊ എന്തായിരുന്നു? വീട്ടിലെ അവസ്ഥ പറഞ്ഞാല് നമ്മുടെ കൈ കാശിങ്ങനെ പൂത്തിരിക്കലായിരുന്നു. കുഴപ്പമില്ല, കടം വെച്ചിട്ട് പോയിരുന്നത്. അങ്ങനെ പോയി അവിടെ പോയി. ദാരിദ്ര്യം പറയുമ്പോഴെങ്കിലും നമ്മുടെ വിഷമം ഒരിക്കലും വിഷമത്തിലൂടെ പറഞ്ഞ കാര്യമില്ല. അത് പോയി നമ്മ വിഷമം സന്തോഷിക്കുക. അമ്മ ചിന്ത ഉണ്ടാവില്ല, മറന്നു അല്ല വിഷമിച്ചിരിക്കണ മാനസമാല പഠിച്ചിരിക്കേണ്ടി വരും. ഒരു ഉഷാറുണ്ടാവും. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിലാണ് ഞാൻ പോയി. അന്ന് വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അന്ന് വീട്ടിൽ പറയുമ്പോൾ ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മ ഉണ്ട്. ഞങ്ങൾ 5 മക്കളാണ്. പിന്നെ 5 മക്കള് വിത്ത് എന്റെ വൈഫുണ്ട്. ഇത് ഞാൻ പറയാതെ വെച്ചിരുന്ന സാധന എന്റെ ആരാധികൾ പേര് വിളിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഈ 18 വയസ്സിന്റെ സാധനം അന്ന് ഇറക്കിയിട്ടുള്ള ഞാന്. അന്ന് ഇറക്കിയിട്ട് കളഞ്ഞുള്ള സാധനം ഇത്. 20 വയസ്സിലെന്റെ കല്യാണം കഴിഞ്ഞുള്ളത്.
അന്ന് ഞങ്ങള് പഠിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ ഒപ്പം പഠിച്ചു. അതുകൊണ്ട് ഇപ്പൊ ചെയ്ത വീഡിയോയിൽ എനിക്ക് അന്ന് അഭിനയിക്കാൻ പറ്റും. എടാ, കാരണം ഞാൻ ഒരു മിനിറ്റ്, അനുഭവിച്ചിട്ടില്ല. ഒരു മിനിറ്റ്. എടാ, കള്ളാ, പ്രേമിച്ചിട്ടാണ് നീ. ഇവനെല്ലാ കഥയും ഇവന്റെ കഥയിലൊക്കെ എനിക്ക് ആഗ്രഹം തന്നിട്ട് ഇവൻ കെട്ടിയില്ല, ഞാൻ കെട്ടേണ്ട അവസ്ഥ വന്നു. നല്ല നിലക്കായില്ലേ. സെറ്റായില്ലേ? അതെ, കല്യാണം കഴിഞ്ഞാൽ മാത്രല്ല ഇതിനോട് കൂടി എനിക്ക് വേറെ കാര്യം പറയാനുണ്ട്. പറയ്. 3 കുട്ടികളാ? അവരുടെ ആഗ്രഹം ഒരു 7th പിള്ളേരായിരുന്നു. പക്ഷെ അവള് ഇനി അളിയൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഉണ്ടാകിയ നിന്നെ കൊല്ലും, എന്റെ പെങ്ങളേക്ക് കാണണം പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടുന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇവന്നെ പറഞ്ഞ പോലെ നാട്ടുകാർ പറഞ്ഞു അത്ത് ഇന്ത്യ പെൺകുട്ടി ഇവിടെ നശിപ്പിച്ചിട്ടാ അവളെ ജീവിതം പോവും. അതെന്റെ മനസ്സിൽ ചലഞ്ചായി. പിന്നെ അപ്പൊ ഗൾഫിലെ ഏതോ പാലില് പൈസ ഇരിക്കുന്നുണ്ട്. ഇവിടെ സഞ്ജു നല്ല ലൈറ്റ് ഒക്കെ വേണ്ട, സെറ്റപ്പ് വേണ്ടിയാ ഇവിടെ കുടിക്കാൻ കൊക്കക്കോള ഇവിടുന്ന് പോയി. അവിടെ എത്തിയപ്പോ ലൈറ്റും പോയി, മറ്റേ അന്തരീക്ഷമൊക്കെ പോയി. റാസ്ലൈമില് ആ വലിയ വീട്ടിലേക്ക് എത്തിയാൻ. അവിടെ റാസ്ലൈമില് ഞാൻ മറ്റേ എന്താ ഗോസ്റ്റ് വില്ല അവിടെ താമസം. എനിക്ക് അവിടെ ഞങ്ങൾക്ക് വില്ല അതായിരുന്നു. അപ്പൊ അവിടെ നമ്മളെ പോലെ ഇത് മരുഭൂമിയും പിന്നെ ചെറിയ വില്ലിട്ട് AC ചൂട് നമുക്കും തണുപ്പ് ഒട്ടകത്തിലായിരുന്നു. അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അങ്ങനെ AC കംപ്ലൈന്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പോണാൻ ഇങ്ങനെ അനുഭവം കിട്ടിയായിരുന്നു. ഭയങ്കര ഇതായി. നമ്മളിവിടെ അടിച്ചു പൊളിച്ച് അവിടെ എനിക്ക് പഠിക്കാൻ പറ്റി. ഡെയിലി വിളിക്കാന്ന് ഞാൻ എറണാകുളത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ സൂര്യ വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂരിലുണ്ടാവും. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ വിളിച്ചിട്ട് വിഷമങ്ങൾ പറയും. ഞാനും പറയും എന്റെ കഥ കേൾക്കണപ്പോ ഇവന്റെ ചേട്ടനൊക്കെ ഉണ്ട് അവിടെ. ഞാൻ എനിക്ക് വീഴ്ചിട്ട് പൊട്ടനോ ഭക്ഷണം കിട്ടാണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല, എന്നാലും സൈറ്റിൽ പോയിട്ട് നമുക്ക് പൈസ നമുക്ക് ചെലവിന് കിട്ടാണ്ട് അവിടെ നിന്ന് കമ്പനി കിട്ടാണ്ടൊക്കെ അങ്ങനെ കുറച്ച് അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ട് കയ്യിൽ ഒരു 10 തറൊക്കെ ഉണ്ടാവും വെച്ച് നടക്കും. പിന്നെ ചേട്ടൻ സൂപ്പർ മാർക്കറ്റില് നീയാ ഞാൻ ഒരു ഫോട്ടോ ചൂടായിട്ട് കൊടുത്ത് തന്ന് അങ്ങനെ പോയിട്ട് നമുക്ക് ഉബൂസ് കിട്ടാണ്ട് അങ്ങനെ കുറച്ച് വിഷമങ്ങൾ. അത് ഞാൻ ഇതിൽ പറയും ഇമോഷണൽ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ കുറച്ച് സംഭവം ഉണ്ട്. വരുമായിരുന്നു അങ്ങനെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. ആ സമയത്ത് കിട്ടാണ്ടാവുമ്പോ ഞങ്ങൾ അവിടെ വേസ്റ്റ് നിന്നൊക്കെ വിട്ട് തക്കാളിക്ക് അങ്ങനെ എലി കടിച്ചിട്ടുണ്ടാവും. ഒക്കെ എടുത്തിട്ട് അത് മുസ്തഫ 12-ലായിരുന്നു അങ്ങനെ. അതൊരു വലിയൊരു ലേബർ ക്യാമ്പ് പോലെ തന്നെ. അപ്പൊ അവിടെ എല്ലാവരും അപ്പനപ്പന കാര്യങ്ങളാ. അപ്പൊ നമ്മളും ഞാനൊരു സർദാർജി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആ സർദാറിന് ഞാൻ ഹിന്ദി പറഞ്ഞിട്ട് സർദാറിന് ലാസ്റ്റ് മനസ്സിലാവില്ല. ലാസ്റ്റ് ഇങ്ങോട്ടേ മലയാളത്തിൽ തെറി വരെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ 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 ഒരു പാർട്ണർഷിപ്പ് ആയിരുന്നു. ഞാൻ സർദാറായിരുന്നു. പിന്നെ കുറെ പേര് മലയാളം അങ്ങോട്ട് ഇങ്ങോട്ട് കൂടുതലവരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ പൈസ ഉണ്ടായി. സർദാറെന്ന് നല്ല കടയാ. അപ്പൊ അവന്റെ പൈസ ഇരിക്കില്ല, എൻ്റെ ഒന്നും പൈസ ഇരിക്കുന്നില്ല. നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. അങ്ങനെ പൈസ ഇല്ലാ സമയത്തൊക്കെ പോകുമ്പോ ഈശ്വര റൊട്ടി കഴിച്ചിട്ട് പറയുന്നു. റൊട്ടി കഴിക്കണില്ല ഈശ്വരൊക്കെ നോക്കുമ്പോ സർദാറിന്റെ തക്കാളി ഇരിക്കുന്നത് വേസ്റ്റിൽ മറ്റേ ബക്കറ്റിൽ കൊണ്ടിട്ട് അപ്പൊ 2 തക്കാളി എലി കടിച്ചിട്ടുണ്ടാവും. ചട്ടിനി പനായ ചട്ടിനെ എടുത്ത് കട്ട് ചെയ്തൊക്കെ ചട്ടി അങ്ങനൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. റൂം കാണിച്ചെടുത്ത് മറ്റേ കൂട്ടാരന്മാരൊക്കെ റൂം നോക്കുമ്പോ കൂട്ടാരന്മാർ റൂമിലൊക്കെ നല്ല AC സ്വിമ്മിംഗ് പൂൾ അപ്പുറത്ത്. ഞാൻ കിടക്കുമ്പോ എന്റെ ചുറ്റിനും ഭയങ്കര എലിക്ഷന് കൂട്ടാൻ വെച്ചാൽ അങ്ങനത്തെ ഞാൻ കൂട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 കൊല്ലം. പക്ഷെ കുഴപ്പമില്ല. ഇതെല്ലാം പോയത് കല്യാണം കഴിഞ്ഞ് അവരെ സെറ്റിൽ ആക്കാൻ വേണ്ടിട്ട് കുടുംബത്തിന് വേണ്ടിട്ടാണ് ഓനെടുത്ത് വന്നത്. കണ്ടില്ലേ നല്ല വീട് വെച്ചില്ലേ വാടകയ്ക്ക് താമസിക്കുന്നത്. എല്ലാം സെറ്റാവും, എല്ലാം സെറ്റാവും. എന്തായാലും എല്ലാരും കണ്ടേക്കുന്നത് നിങ്ങളുടെ വേറൊരു ഫേസ് ആണ്. ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ. നോർമൽ ആൾക്കാരെ വിചാരിച്ച് നമ്മളെ കാണുമ്പോൾ നിങ്ങളെ നേരിട്ട് വീഡിയോയിൽ കാണുന്ന മാരില്ല, നേരിട്ട് കാണുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും അയ്യോ പറഞ്ഞിരിക്കാൻ പറ്റില്ല. അമ്മമാരോട് പറയും അത് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ പങ്കുവെക്കില്ല. പിന്നെ ഞാൻ ചെറുതായിട്ട് അഭിനയിക്കൊക്കെ ഈ വിഷമത്തിന് നമുക്ക് അതിൽ പെയിൻഫുൾ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ആൾക്കാരിൽ കാണിക്കണം എന്നൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പണി സ്ഥലത്തൊക്കെ പോയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞാൻ പറയട്ടെ, സിനിമ എന്താണ് സിനിമ താല്പര്യമുണ്ടോ? അയ്യോ അവസരങ്ങൾ തരൂ. ഇത് കാണുന്ന ഏതെങ്കിലും ഡയറക്ടർ നിങ്ങളെ വിളിക്കൂടാ? നിങ്ങൾ സിനിമ ചേട്ടനുണ്ട് ഇങ്ങനെയൊക്കെ ചേട്ടൻ. ആ ചേട്ടൻ ഒരുപാട് നന്ദി. ആ ചേട്ടൻകാരൻ ഞങ്ങൾക്ക് എത്തിയത് ഒരുപാട് നന്ദി അറിയാം. ഇത് ഇപ്പൊ ഞാൻ എന്നെ ചിരിക്കണ കൂട്ടുകാരന്മാരൊക്കെ ചിരിക്കുന്നത്. അപ്പൊ നന്ദി പറയാം. അപ്പൊ ചേട്ടൻ
ഞാനാണ് അവനെ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്തത്. അതുകൊണ്ട് അവരവിടെ എത്തി. വല്ലപ്പോഴും വിളിച്ച് വരോ. അതെ. ഓ ഇപ്പൊ അവന് ഓസ്കാറൊക്കെ മേടിക്കാൻ നിൽക്കുക, അങ്ങനെയൊക്കെ പറയേണ്ടി വരുമല്ലോ ഈശ്വര. ഇത് നമ്മക്കിട്ടൊക്കെ അവൻ നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മൾ ചതിച്ചു. എന്തായാലും സെറ്റാക്കാം എല്ലാം ആവട്ടെ, ഈ പറയുന്ന പോലെ ആവട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് കഷ്ടപ്പാട് ഇതൊക്കെ കഴിഞ്ഞ അവസാനം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി ഹാപ്പി. വിഷമം ഉണ്ടെങ്കിൽ നമ്മ അത് ആലോചിക്കുന്നില്ല. വിഷമമില്ലാത്തൊരു മനുഷ്യനില്ല. ഇല്ല, എല്ലാവർക്കും പേഴ്സണൽ വിഷമം മാറ്റിക്കുക. അത് നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിൽ ആ ഒരു കുറച്ച് നേരം അത് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മുടേതായ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ഹാപ്പിനെസ്. ഞാന് എനിക്ക് വിഷമം വരുമ്പോ എന്റെ വീട്ടിൽ വേഗം കൊടുക്കും. അപ്പൊ വീട് ചെയ്യാം. ആ വീട് ചെയ്യാൻ അങ്ങനല്ല മറക്കും. സമാധാനം. അത് കഴിഞ്ഞ് പോയത് എന്നോട് ചോദിക്കും എന്നിട്ട് കൂട്ടാൻ ചെമ്മീൻ ചമ്മന്തി പറയും. ചമ്മന്തിന് നീവൊക്കെ വേറെ അടുക്കള ചിക്കനോ വിളിക്കട്ടാ ഞാൻ എന്താ വീട്ടിൽ കറി. അപ്പൊ ഞാൻ പറയാ പരിപ്പണ്ട. പരിപ്പാ നമ്മ ചിക്കനാ. ഇവന്റെ വീട്ടിൽ പരിപ്പാണെന്ന് അപ്പം പറയും. ഞാൻ ചിക്കനും കൂട്ടിട്ട് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പിക്കും. ഞാൻ ശരിക്കും ചിക്കന്റെ അയച്ചെടുക്കണേ. നിങ്ങളുടെ വീട് ഒരുപാട് ദൂരം ഉണ്ടോ? തൊട്ടടുത്ത് തന്നെയാണ് വീട്. അതെ, ഒരു നിങ്ങളുടെ കണക്ഷൻ ഒരു രക്ഷയില്ലേട്ടാ. വിജയം എപ്പോഴെങ്കിലും നിങ്ങൾ അടി ഉണ്ടാവാറുണ്ടോ എന്തെങ്കിലും കാര്യത്തില്? അതല്ല വീട് എടുക്കുമ്പോ മൂക്കിന് തീ പാറും. പക്ഷെ വീട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓട്ടോ ഓടും ക്യാമറ വെച്ചിട്ട്. പഞ്ചഗുസ്തി ചാമ്പ്യനാണ്. അല്ല ഇവന് ആ സമയത്ത് വീഡിയോ സമയത്ത് കറക്റ്റ് ആട്ടാ. ഞാനെ തെറ്റിക്കാനാ പിന്നെ മോന്താ ഞാൻ കറക്റ്റ് എടുക്കുന്ന അഭിനയിച്ചിരിക്കും. നല്ലത് കൊറേ കേട്ടില്ല. പോട്ടെ. മരണത്തെറി. ഏത് വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടായത്? ഏറ്റവും കൂടുതൽ അടിയായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അപ്പൊ ആലോചിച്ച് കഴിഞ്ഞിട്ടുള്ള ഏതാ അങ്ങനെ കുറെ വീഡിയോ സകല വീഡിയോയിലുണ്ട്. ഒരുവിധം വീഡിയോസ് ഒക്കെ സീരിയസ് വീഡിയോസിന്റെ അധികം പ്രശ്നം വരാറില്ല. സീരിയസ് കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും പ്രശ്നങ്ങള്. ഒരു കണ്ണ് കാണാത്ത ഒരു വീഡിയോസ് ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് രണ്ട് തെറി കേട്ടാലും പെട്ടെന്ന് ഓക്കെ ആവുള്ളൂ. ആ ഒരു വിഷമത്തിൽ ശരിക്കും വിഷമം വരും. ശരിക്കുള്ള സംഭവം ലോട്ടറിക്കാര് കണ്ണാടത്തിന് ചേച്ചി മാമനെ ഒരാൾക്ക് കാശ് കൊടുത്ത് പറ്റിച്ചിട്ട് സംഭവം. അപ്പൊ അത് ഞങ്ങൾ വീഡിയോ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് ആ സമയത്ത് എത്ര മണിക്കൂർ ഇങ്ങനെ പിടിച്ച് നിൽക്കാന്ന് ആലോചിക്ക്. ഈ സമയത്ത് ഇവര് ഡയലോഗ് പറഞ്ഞിരിക്കുമ്പോ ഞാൻ അങ്ങനെ നിക്കണേ ക്യാമറയുടെ മുന്നില്. അപ്പൊ മനുഷ്യനാകുമ്പോ പറ്റാണ്ടാവും. അത് ഇവന് മനസ്സിലാവണല്ലേ. ഇവിടെ ആ പ്രാവശ്യം ഓക്കെ കിട്ടണ്ടേ. ഇവിടെ മനുഷ്യൻ എന്തായി സഞ്ച ഞാൻ അങ്ങനെ നിൽക്കേ 24 മണിക്കൂർ പറഞ്ഞ പോലെ. ഇവനപ്പൊ ആ സാധനം കിട്ടണായിരുന്നു നോക്കിക്കൂ. പിന്നെ മനുഷ്യന് പരിധിയില്ല കണ്ടുപിടിക്കാൻ. മനുഷ്യനൊക്കെ സമ്മതിക്കണത്. ഡയലോഗും പറയണം. ഡയലോഗ് കണ്ണു തുറന്നിട്ട് പറയാ. അപ്പോഴാണ് തരുവരാ. രണ്ട് കണക്റ്റിങ് ആവണില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര ഇത് അന്നിട്ട് എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് തുടങ്ങിയ ടൈമിൽ ഇവന്നെ കാണുമ്പോഴേ പറയടാ അഞ്ചു നല്ല വീഡിയോസ് ഒക്കെ ചെയ്യടാ നീ എല്ലാ പാനിക്കും പോയിക്കോട്ടെ. ഹലോ ഗൈസ് എന്നൊക്കെ പറയുമ്പോ ഞാൻ മറ്റൊരു വീഡിയോ കണ്ട. ആ വീഡിയോ കണ്ട് അതുപോലെ ചെയ്യേ. ലാസ്റ്റ് വെറുതെ ഇരിക്കുമ്പോ ഇവന്നെ വിളിച്ച് എവിടാ ഞാൻ പറഞ്ഞു വീട്ടിലുണ്ട്. നീ വീട്ടിൽ വെച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. ദേ വരുന്നു ക്യാമറ എടുത്തിട്ട് ചെന്നിട്ട് ഇവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ ഞാൻ ഇവനെ സ്ട്രൈക്ക് ആവണത് കാലങ്ങൾക്ക് സ്ട്രൈക്ക് ആവണത് ഇങ്ങനെ ഇവക്കെ ഞാൻ വന്നടാ. അത് ഇവ പുറത്തേക്ക് വന്നിട്ട് നീ വന്നാ ദേ ഒരു ചായ എടുത്തേ. അയ്യോ വെള്ളല്ലേ വെള്ളല്ലേ സഞ്ജു അന്നാ കുറച്ച് വെള്ളം കലക്കല്ലേ. ഓ പൊടില്ലടി അങ്ങനത്തെ സാധനല്ലേ ആ സാധനം ഇഷ്ടായി. അത് അതിന്നാണ് കിട്ടിയത്. നമുക്ക് ഇതെടുത്താലോ വെറുതെ ചോദിച്ചു. ക്യാമറ ഇങ്ങനൊക്കെ നിക്കുള്ളൂ. ഫുള്ള് ഇങ്ങനെ നിക്കുള്ളൂ. ലാസ്റ്റ് ഒരു ഇങ്ങനെ കാണിക്കുന്ന പിള്ളേരില്ല സത്യം ഇങ്ങനെ പറഞ്ഞു നാണാർന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇത് എടുക്ക വെറുതെ എടുത്ത് നോക്കാം. നാടനൊക്കെന്ന് പറഞ്ഞിട്ട് ഇതാടാ ഇരുന്ന് താഴ്ത്തി തുടങ്ങി. അങ്ങനെ ചെയ്ത് വെറുതെ ഇട്ടു. അപ്പൊ എന്നെ ഓൾറെഡി അറിയാന്ന് കുറച്ച് ആൾക്കാർക്ക് അറിയാം. ഇവൻ ആദ്യമായിട്ട് എന്റെ സ്ക്രീനിൽ കാണണം. നീ മറ്റോന്റെ വീഡിയോയില്
അത് ഇതൊക്കെ സൂപ്പറായിട്ടാ എന്നാ പറഞ്ഞതിനോട് ഒരാള് പറഞ്ഞോളൂ. അപ്പൊ പറഞ്ഞു, ആഹാ പിന്നെ അത് ഇവൻ video എന്നോട് മറ്റേ ഒരു നല്ല വീഡിയോ അഭിപ്രായം എടുത്താല നമുക്ക് ഒരു വീഡിയോ എടുത്താല അത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ഒരാൾ നോക്കിയില്ല. അങ്ങനെ കുറെ ഫ്ലോപ്പ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് കേൾക്കില്ല. പിന്നെയാണ് തിരിച്ചു കയറി വന്നത്. എടുത്ത് നമ്മ ശരിക്കും നമ്മുടെ ട്രാക്കിലേക്ക് വരല്ല. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ് പിന്നെ ട്രാക്കിലേക്ക് എത്തി ഓടി തുടങ്ങിയപ്പോ സെറ്റായി. ആൾക്കാര് നെഗറ്റീവ് പറഞ്ഞു തുടങ്ങിയപ്പോഴും നമുക്ക് ഹരായത്. ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി, മനസ്സിലായി. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ നെഗറ്റീവ് മാർക്കറ്റ് നമ്മൾ ഒരു ഹാസ്യമായിട്ട് നമ്മൾ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അല്ല ഇപ്പൊ രേണുസുൽ ചേച്ചിയുടെ വീഡിയോ എന്ന് പറയുന്ന വീഡിയോ, ആ വീഡിയോ നമ്മൾ ചെയ്ത് എന്തുകൊണ്ടാ ആ ചേച്ചിനെ ഒരുപാട് പേര് നോർമലി ബുള്ള് ചെയ്തോണ്ടിരിക്കും, എല്ലാവരും ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടന്റ് ആ ഒരു ഇതിൽ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ടാണ് അങ്ങനെ. ചില ആൾക്കാർ കമന്റ് അടിക്കാറുണ്ട്, ഞങ്ങൾ പറയാൻ വെച്ചാണ് നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തെന്ന് പറയാം. അങ്ങനത്തെ സംഭവം കാണുമ്പോൾ അവരാ വീഡിയോ ഞെക്കി അങ്ങനത്തെ സീനയിലുണ്ട്. പക്ഷെ നമ്മളത് ഒരു ഞെക്കിനുള്ളത് 5 ഞെക്കി ചുരുണ്ട് പോയ വീണ് പോണില്ലേ, അല്ല ഞാൻ നനയണില്ല, ഇപ്പൊ നനഞ്ഞു എന്നെ പിടിച്ച് ഒറ്റ മറച്ച് മറിച്ച് അങ്ങോട്ട് നനയാൻ വേണ്ടിട്ട്. അപ്പൊ വെള്ളം അങ്ങോട്ട് പോവേ, അപ്പൊ ഞാൻ നനയുന്നില്ല, എന്നെ നനയ്ക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് അവിടെ കൂടുതൽ നേരം പിടിച്ചിരുത്തി. എന്നിട്ട് അങ്ങനെ ആ ഇടിക്കണില്ലേ, ആ ഇടിക്കാൻ പറ്റില്ല, ഇവൻ കെട്ടിപ്പിടിച്ചിരിക്കല്ലേ, പൊട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഇടിക്കണ മറ്റേ ദാസേട്ടൻ വിളിക്കുകയും ചെയ്യായിരുന്നോ? എന്താണ് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞപ്പോ ഒരു മെസ്സേജ് നല്ല രീതിയിൽ ഉള്ള കാര്യം പറഞ്ഞോണ്ട് പ്രശ്നം നൈസായിട്ട് ആള് വലിയ കിട്ടി വന്ന ആൾ തന്നെ. ആള് ഇപ്പൊ വലിയ ഇടാവാന്ന് ആൾക്ക് തോന്നുന്നു. ആള് വിളിച്ചിട്ട് പറഞ്ഞ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ കേസ് എടുക്കും. അതുകൊണ്ട് എനിക്കല്ല, രേണു ചിലപ്പോ ചിലപ്പോ കൊടുക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ, നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് മക്കളെ പറയുന്നത്. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞ ചേട്ടൻ കൊണ്ടുവന്ന അത് ഇഷ്ടമാണല്ലോ. അതിലൊരു വാക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞാല് ഞങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ വിവാദം കൂറ്റിലങ്ങാടി ദാസ് എന്താ പറയുന്നത്. ഞാൻ അത് പൂവായിട്ടാണ് ആൾക്കാരത് ആൾക്കാരിലേക്ക് എത്തിയത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ കമന്റ് അത് കൂറ്റിലങ്ങാടി എന്നാണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കൂന്ന് പറഞ്ഞേക്കുന്നത് മറ്റേ പറയാൻ എനിക്ക് വിഷമാവില്ലേ, അതാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. അത് പറഞ്ഞ ശരിയല്ലല്ലോ. ഞാൻ ചേട്ടാ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, ചേട്ടൻ മിസ്അണ്ടർസ്റ്റാൻഡ്, അത് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ശരി, ഓക്കെ, കണ്ടിന്യൂ പോയി. ഓക്കെ, കുഴപ്പമില്ല. ഇങ്ങനെ എന്തായാലും ആൾക്കാർ പല രീതിയിൽ കൂടി വന്നിട്ട് ഇത് ചെയ്ത. നിങ്ങളൊരു നടിയുടെ വീഡിയോ ഇട്ടില്ലേ, മറ്റേ അലൻ ജോസ് പെരേര വീഡിയോ എടുക്കുക, ഇങ്ങനെ നിന്നേ, അതും ഭയങ്കര റീച്ച് ആയിരുന്നു. ശരിക്കും നടക്കുന്ന സംഭവമല്ലത്. ഒരു കോമഡി ലെവലാക്കുന്നു അവര് ചെയ്യുന്നു, നമ്മുടെ അതെന്താ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം? എന്താ സ്ട്രൈക്ക് ചെയ്യാൻ കാരണം? പണ്ടത്തെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം, നല്ല നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ പലർക്ക് രീതിയിലിട്ടാ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നടക്കുമ്പോ ആൾക്കാർ നോട്ടീസ് ചെയ്യണത് ആ ഒരു അത് കണ്ടിട്ടാണ്, അല്ലാതെ വേറെ ഇത് കണ്ടിട്ടല്ല. അപ്പൊ നമ്മളും സ്ട്രൈക്ക് ചെയ്തത് തന്നെയാണ്. അപ്പൊ ഇവരെ അങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ നമുക്ക് അതിനെ ട്രോളിക്കൂടെ? അതൊരു സാധാരണ അത് കാണുന്ന അങ്ങനെ ഡ്രസ് ഉണ്ടാവാം, ആർക്കും ഡ്രസ് ഇടുന്നതിന് കുറ്റം പറയില്ല, ആർക്കും അവരവരെ ഇഷ്ടത്തിന്. പക്ഷെ അത് കാണിക്കുമ്പോ അതേപോലെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വന്നപ്പോ മാത്രം അവരിങ്ങനെ കൈവച്ചതാണ്. അതൊരു പ്രശ്നമല്ലേ? അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് അവിടെയാണ് നടക്കണ്ടെങ്കിൽ അത് ഫോട്ടോ എടുക്കുമ്പോ കുത്തി പിടിക്കുന്ന ആവശ്യമില്ല. എന്നിട്ട് അതിന്റെ പേരിൽ ആരെങ്കിലും ചീത്ത വിളിച്ചായിരുന്നു? ആരും ചീത്തറക്കില്ല. ആ ചേച്ചി മെസ്സേജിന്റെ ഇപ്പൊ ഞാൻ ഇവിടെ പറയണേ, ആ ചേച്ചി മെസ്സേജിന്റെ ആ മെസ്സേജ് എന്റെ അടുത്തുണ്ട്, കാണിക്കുന്നില്ല. ആ ചേച്ചി പറഞ്ഞിട്ട് പറഞ്ഞു, അത് നിനക്ക് ഞാൻ ആരാന്നറിയില്ല, ഇംഗ്ലീഷിലാണ്, നിനക്ക് ഞാൻ ആരാന്നറിയില്ല, നീയൊക്കെ കളിച്ച ആരാന്നറിയില്ല, നിനക്ക് ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നുണ്ടായിരുന്നു. അല്ല, അത് ഞാൻ ചോദിക്കാം, അതെങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്നു? ചേട്ടൻ പറയും, ചേട്ടനോട് ചോദിക്കുന്നത്. പേര് പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ കോണ്ടന്റ് ചെയ്തേക്കുന്നത്. നമ്മളൊരു രൂപം കിട്ടിയ അല്ല, ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ തോന്നിക്കണ അവരെ തെറ്റ്. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞ പണ്ട് ഉള്ള നമ്മുടെ പല ചാക്യാർകൂത്ത് ഉൾപ്പെടെ എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂരുടെ മെയിൻ സംഭവം ആക്ഷേപഹാസ്യം, നമ്മള് അത് ഒരുപാട് ഓരോ തലമുറയിലും ഓരോ ചാക്യാർകൂത്ത് വഴി ഉണ്ടായിരുന്നു, മിമിക്രി വഴി ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയത് സ്പൂഫ് ആയേക്കുന്നു, പുതിയ തലമുറയിലേക്ക് ഡെവലപ്പ് ആയി വന്നേക്കുന്നത്. നമ്മുടെ വേർഷൻ
കംപ്ലൈന്റ് എനിക്കറിയില്ല. നിങ്ങൾ ഒരാളെ പേര് പറയുന്നില്ല, ഏകദേശം ഒരു കോമഡി കാണിക്കുന്നു. കോമഡി അതെ അതെ. അന്നത് ആൾക്കാരെ ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാര് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ പറയണമെന്ന്, ഇങ്ങനെ കാണിക്കുന്ന പലർക്കും പറയാനുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ഒരുപാട് കമന്റിൽ കണ്ടായിരുന്നു. അവരാഗ്രഹിക്കുന്ന സംഭവം നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. എന്താ അറിയാമോ, എന്റെ അടക്കം സ്പൂഫ് ചെയ്തവരാണ് ഇരിക്കുന്നത്. ഞങ്ങൾ കണ്ടല്ലോ ഈ മനുഷ്യന് കളിക്കാലോ എന്റെ ദൈവമേ, കൊല്ലരുത്. അപ്പൊ എന്തായാലും നമ്മൾ നേരത്തെ വിട്ട ഒരു കാര്യമുണ്ട്, റാപ്പിന്റെ കാര്യം. നമ്മുടെ ഫസ്റ്റ് റാപ്പ് അതെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് റാപ്പ് സിബിക്കുട്ടൻ എന്നാണ് റാപ്പ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ ഒരു ക്യാരക്ടർ വെച്ച് തന്നെ എഴുതിയതാ. അവൻ രാവിലെ എന്റെ വീട്ടിൽ വരും. എന്റെ വീട്ടില് രാവിലെ എന്താണ് ഉണ്ടാക്കിയത് അത് തിന്ന് അവിടെ ഇരുന്ന് സിനിമയും കണ്ട് കുളിക്കാനും പോവില്ല ഒക്കെ ഇരുന്നിട്ട് അവന്റെ ഒരു സാധനം വെറുതെ വെച്ചില്ല. അപ്പൊ അത് വേണമെങ്കിൽ രണ്ടുപേരും കുട്ടൻ 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 നമ്മുടെ സ്വന്തം കുട്ടൻ സിബിക്കുട്ടൻ. സിബിക്കുട്ടൻ പൊള്ളിയാണ്, മാസാണ്, രാവിലെ എഴുന്നേൽക്കുന്ന സിബിക്കുട്ടൻ. പല്ലു തേക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്നു, വീട്ടിലെ പ്രിയമായുള്ള കൂട്ടുകാരനാണ് ഇവനെപ്പോഴും. സിബി പിന്നെ മാസല്ലാതെ ഇരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലൈൻസ് ഉണ്ട്. പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ നായക്കുരച്ചു ഇത് കേട്ടോ. അങ്ങനെ തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ നമ്മ ട്രാക്ക് മാറ്റി ട്രാക്ക് മാറ്റി. ലേറ്റസ്റ്റ് സാധനം കണ്ട ഡെഡ് ബോഡി എന്ന് പറഞ്ഞിട്ട് സാധനം. ഡെഡ് ബോഡി ബീറ്റ് വരുമ്പോഴാണ് അതിന്റെ സാധനം. പുഞ്ചിരിയില്ല നെഞ്ചുകളായി പാടണം ഇനിയും ഭൂമിയിലായി, കഥനത്തിൻ കഥ പാടണമെങ്കിൽ പുഞ്ചിരി തൂജി നെഞ്ചുകളായി പാടണം ഇനിയും, കൂടണം ഇനിയും കൂട്ടം തെറ്റിയ കൂട്ടരുമായി പാടണം ഇനിയും, മെല്ലെ മെല്ലെ നെഞ്ചിൽ പുകയും വേദനയായി പ്രാണൻ വെടിയും നേരമതായി, കൂടെ കരയാൻ കൂട്ടരുമുണ്ട്, കഥനത്തിൻ കഥ പ്രണയത്തിൻ കഥ, കൂടണം ഇനിയും കൂട്ടരുമൊട്ട് സന്തോഷത്തിൻ കഥ, അച്ഛനും അമ്മയും ചേട്ടനും ഞാനും ജീവിച്ചു പോകും ജീവിത കഥ, മെല്ലെ മെല്ലെ എല്ലാം മാറിപ്പോയി എൻ്റെ ജീവിതത്തിൻ കഥയിലോ ഞാനും കയ്യിന്ന് പോയി, എൻ്റെ ജീവിതത്തിൻ കഥകളോർത്തെടുക്കുവാൻ കഴിയില്ല, ജീവിതമോമായ പമ്പരം പോലെ കറങ്ങി, ചങ്കിൽ കൊണ്ടു നടന്നവരെല്ലാരും ചങ്ക് പിളർത്ത് പോയവരാണു, പ്രേമം വെറുതെ പാഴ്വാക്കായി ദൂരമറിയും ഓർമ്മകളായി, പാതി ചത്തവൻ പാതാളം ഭൂമി കണ്ടവൻ വേതാളം, ലക്ഷ്യബോധം പെണ്ണിനെ നമ്പിനാൽ ഉമ്പിനാൽ എന്നൊരു കവി പാടി പറഞ്ഞത് സത്യം തന്നെ സത്യം. ഏതാ തവള കരഞ്ഞു അതീന്ന് വന്നിട്ട് ഇവിടെ എത്തിക്കുന്നത്. നിങ്ങളുടെ റാപ്പിൽ നിങ്ങളുടെ ദൈവം ആരാ? മലയാളത്തിൽ റാപ്പ് കലാമണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മ പണ്ടേ തൊട്ട് മണിച്ചേട്ടനാണ്. പിന്നെ ഞാൻ അന്ന് തുടങ്ങുന്ന സമയത്ത് അന്ന് ഈ പറഞ്ഞ ഫെജോ തിരുമാലി അവരൊക്കെ ഓൾറെഡി റണ്ണിങ്ങിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അച്ചായൻ കൊച്ചിയില് റാപ്പ് എടുത്തിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫെജോ ഒക്കെ നല്ല നല്ല പാട്ടുകൾ പാടാറുണ്ട്. അങ്ങനെ ആയിട്ട് പാട്ടുകൾ എഴുതിട്ട് ഇപ്പോഴൊരു 4 പാട്ട് എഴുതി കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. റെക്കോർഡിങ് പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് പാട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുള്ളൂ. ഓക്കെ, വിവാദപരമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. വേടന്റെ കയ്യിൽ നിന്ന് ഇപ്പോ ഒരു കുറച്ച് കഞ്ചാവ് പിടിക്കലുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു. വേടൻ തന്നെ പറഞ്ഞു ഞാനത് ഉപയോഗിക്കുന്നത് മക്കളെ എന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടാണ് ഞാനത് തിരുത്തുന്നു. ഭയങ്കര രസമായിട്ടുള്ളൊരു പരാമർശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആനക്കൊമ്പല്ല പുലിതകം ഓക്കെ, അതിന്റെ പേരിലൊരു ഇഷ്യൂ നടക്കുന്നു. അപ്പൊ ഇത് വേടനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വന്നൊരു പ്രശ്നമായിട്ടാണ് പിന്നെ കണ്ടത്. കാരണം പല പ്രമുഖരും ആ സാധനം കിട്ടുന്നുണ്ട് നടക്കുന്നു പറയുന്നു, ജാമ്യം കിട്ടും. ഇതിലെന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടനെ മാത്രം ഫോക്കസ് ചെയ്തെന്ന് നമുക്ക് തോന്നണം. കാരണം നമ്മൾ സാധാരണക്കാരനാ, അവനും സാധാരണക്കാരനാ അല്ലേ? എന്താ പറയാ, വേടനെ മാത്രം ഫോക്കസ് ചെയ്തത് എന്തുകൊണ്ടാണ്? വേടന്റെ കയ്യിൽ നിന്ന് ആ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം പിടിച്ചു. അത് കഴിഞ്ഞിട്ട് കഞ്ചാവ് കൊണ്ട് അവൻ ജാമ്യത്തിൽ ഇറങ്ങുമെന്ന് കണ്ടപ്പോഴാണ് പിന്നെ പുലിപ്പല്ലിക്ക് വന്നത്. അപ്പൊ ഒരു ആർട്ടിസ്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നല്ലേ. ഇപ്പൊ നോർമലി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപിയൊക്കെ കഴുത്തിൽ എടുക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അതൊന്നും പ്രശ്നമല്ല. മോഹൻലാലിന്റെ കയ്യിൽ ആനക്കൊമ്പുണ്ടെന്ന് പറയുന്നുണ്ട്. കുറെ ന്യൂസുകൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല എന്നാണ് നമുക്ക്
തോന്നുന്നു. ഓക്കെ, എന്തായാലും ബാക്കി ഇതിനോടൊക്കെ നിങ്ങൾ എതിരുമാണ്, മയക്ക് മരുന്ന്, കഞ്ചാവ്, ഇതിനൊക്കെ നിങ്ങൾ എതിരാണ്. പക്ഷെ ഈ അതിലാവണം. നിങ്ങളുടെ ഏതെങ്കിലും കണ്ടന്റിൽ കൂടി അങ്ങനത്തെ എന്തെങ്കിലും എതിരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിഡിലെ സാധനം ചെയ്തിട്ടുണ്ട്. ശരിക്കും നടക്കുന്ന സംഭവം തന്നെ അത്. ശരിക്കും കൂട്ടുകാരന്മാരുടെ ഇടയിൽ നടന്നൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് ആരറിഞ്ഞപ്പോഴില്ല. അത് അങ്ങനത്തെ കണ്ടന്റുകൾ ആരും കണ്ടിട്ട് ആൾക്കാർക്ക് ഇങ്ങനത്തെ കണ്ടന്റുകളൊന്നും താല്പര്യം തോന്നുന്നു. നല്ല കാര്യങ്ങൾ ചെയ്തൊന്നും ആരും അംഗീകരിക്കുന്നില്ല. അങ്ങനത്തെ 2 കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്. ശരിക്ക് സൊസൈറ്റിയിൽ നടക്കണം, ശരിക്ക് പീക്കായിട്ട് ഞങ്ങൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ആളുകൾക്ക് നമ്മൾ അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് ഇഷ്ടമല്ല. ഇതേപോലെ ഇങ്ങനെ ആൾക്കാരെ കളിയാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന ആൾക്ക് പലരും എന്നെ അടക്കം തെറിവായിരിക്കും. ഞാൻ ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിലും നല്ല ഒരുപാട് ആൾക്കാരുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, ലെജൻസിന്റെ എടുത്തിട്ടുണ്ട്. നമുക്ക് സങ്കടം വരും. ചിലരുടെയൊക്കെ വലിയ ആൾക്കാരുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇടുമ്പോൾ ആകെ കാണുന്നത് 1000 പേര് 2000 പേരൊക്കെ. എന്നാൽ നമ്മുടെ പലരും ഇപ്പൊ എന്തിനാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അലൻ ജോസ് പെരേര ട്രെൻഡിങ്ങിൽ നിൽക്കുക, ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടല്ലോ. എന്നെ പലരും പറയപ്പെടുന്ന അലൻ ജോസിന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് ബ്രോയല്ലേ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ അതാണ് ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത്. ആൾക്കാർ കമന്റ് ഇടും, നിനക്ക് ഇവരുടെ കൂടെ മയക്കം തൂക്കി പോകുന്നതാണല്ലോ, എന്തോരം സമൂഹത്തിന് നല്ലവരുണ്ട്, ഈ പറയുന്നവര് പോലും നമ്മളെ വീഡിയോസ് കാണില്ല. ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു, ഇവരിപ്പോ പറഞ്ഞൊരു കാര്യം വലിയ ഇതാണ് നടക്കുന്നത്. ഇവര് മയക്കുമരുന്നിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് അതൊന്നും കാണാൻ ആരുമില്ല. ഒരാള് കുറ്റം പറയാനുമില്ല, കളിയാക്കാനും നല്ലത് പറയാനുമില്ല. ഇപ്പുറത്ത് പറഞ്ഞ ചെയ്ത കുറെ ആൾക്കാർ കാണുന്നു, നല്ലത് ഉപദേശിക്കുന്നു. ഇനിയിപ്പോ ബ്രോന്റെ കല്യാണത്തിന്റെ കാര്യം സത്യം പറഞ്ഞ ചിന്തിക്കണില്ലേ? എന്താ ചിന്തിക്കാതെ? ഇന്ന് വീട്ടിൽ ചെന്ന ഇടി ഉറപ്പാനൊക്കെ. എന്തായാലും ബ്രോ, ഒരുപാട് പ്രശ്നങ്ങളും ഇതിൽ കൂടിയൊക്കെ ഓടുന്നവരെ നിങ്ങളെല്ലാവരും ഇപ്പൊ ഫൈനലി നിങ്ങൾ എത്തിയേക്കും. നിങ്ങളെല്ലാവരും സത്യത്തിൽ ഹാപ്പിയാണ്. നിങ്ങള് മനസ്സറിഞ്ഞ് ചിരിച്ചിരിക്കല്ലേ ഇപ്പൊ. അത് തങ്ങളോട് നോക്ക്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ കണ്ടന്റ് ഇട്ട് ഹാപ്പിയാണോ? ഞാനായിട്ട് വന്ന് കയറി കൊടുത്തത്. പക്ഷെ ഞാനൊക്കെ ഇങ്ങനത്തെ പിന്നല്ലാണ്ട് കൂട്ടുകാരന്മാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു. കൂട്ടുകാരന്മാരാണ് എല്ലാതും. അതായത് ഫാമിലി എന്ന് പറഞ്ഞാല് എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാൽ വേറെ ജോലി പരിപാടികളൊന്നും ഇല്ല. മെയിൻ ആയിട്ട് എല്ലാ പരിപാടിയും നിർത്തിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ഫിനാൻഷ്യലി എന്ന് പറഞ്ഞാല് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫാമിലി, ചേട്ടനാണ് മെയിൻ ആയിട്ട് നയിച്ചുകൊണ്ടിരിക്കണത് തന്നെ. ചേട്ടനും പറഞ്ഞിട്ട് കുഴപ്പമില്ല, നിന്റെ ആഗ്രഹം നീ ചെയ്യും. ചേട്ടൻ 21ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ചേട്ടൻ മെക്കാനിക് ഫീൽഡാണ്. ഇപ്പോഴാണ് നമുക്കൊന്ന് ലൈഫിലേക്ക് ഒരു സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് വളരെ എന്താ പറയാ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ചേട്ടൻ പോയതാ. അപ്പൊ ചേട്ടന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വലിയ സപ്പോർട്ടാ. ചേട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് ക്യാമറ മേടിച്ചിരുന്നത്. നീ ചെയ്യുന്നു പറഞ്ഞിട്ട്. ഞാനോ ഇങ്ങനെ നിന്റെ ആഗ്രഹം നടക്കട്ടെ. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് യദുകൃഷ്ണൻ, ഹരികൃഷ്ണൻ. അതെ. അപ്പൊ ചേട്ടന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സിന് എവിടേക്ക് പോവാനും വരാനും, ചിലപ്പോ ഒരു കുപ്പി വെള്ളം കുടിക്കാൻ വരെ പൈസ ഇല്ലാണ്ട് നമ്മള് വ്ലോഗ് എടുക്കുന്ന ടൈമിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പിള്ളേരാണ് പൈസ എടുക്കുക. അവര് പണിക്ക് പോയിട്ട് അവരെന്നെ അവരെ വണ്ടിയിൽ അവർ കൊണ്ടു നടന്നിട്ട് അവരങ്ങനെ സെറ്റാക്കിയതാ. അപ്പൊ അവർക്കറിയാം ഒരു തീ നമ്മുടെ കയ്യിലുണ്ട്, എപ്പോഴെങ്കിലും ആ തീ കത്തുന്നുള്ളത് അറിയാം. അല്ല, നമ്മളായിട്ട് നമ്മുടെ വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ പറയാനുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് പറയണമെന്നാണ് എന്നെ എല്ലാവരും പറയാറ്. അത് നമുക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടാവില്ല. ഏതൊരു കാര്യത്തിലാണെങ്കിലും അപ്പൊ അങ്ങനെ പറയാൻ എല്ലാവരും പഠിക്കണം. നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ഞാൻ അവിടെ എത്തും പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ എത്തും. നിങ്ങളുടെ ഈ ഒരു കോംബോ ആണ് ഇതിന്റെ എല്ലാം. അപ്പൊ എന്തായാലും ഇത് വളരെ വളരെ വിജയകരമായിട്ട് ഇനി മുമ്പോട്ട് പോട്ടെ. ലോകം മൊത്തം നിങ്ങളുടെ കണ്ടന്റ് വന്നത് നോക്കിയിരിക്കുന്ന ഒരു കാലം വരട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ദിവസത്തിലെ ഞാൻ രക്ഷപ്പെട്ടാ. അപ്പൊ എന്തായാലും ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞാലും നാട് മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല സപ്പോർട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞാനിടയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കാര്യം ഇപ്പൊ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്ത് ഇവരെങ്ങനെയും പോയി കാണണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. എന്തൊക്കെ നെഗറ്റീവും എന്തൊക്കെ വന്നാലും ഇപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ
നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നവരല്ല, ഇപ്പൊ നിങ്ങൾ കണ്ടതാണ് ഇവര്. ഒരുപാട് നമ്മളെപ്പോലെയൊക്കെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ച് ഓരോ ദിവസത്തെ ജോലിക്ക് അന്നു പോയി എന്താ പറയുക വീട് നോക്കി അതിന് ഗ്യാപ്പിൽ വീഡിയോ ചെയ്ത് നടക്കുന്ന ഒരു പാവപ്പെട്ട രണ്ട് സുഹൃത്തുക്കളാണ്. രണ്ട് പാവപ്പെട്ട പിള്ളേരാണ്. ഞങ്ങളങ്ങനെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ ചെവിട് വലിക്കും. നോക്കിക്കോളാം. എനിക്ക് ഒരു തുപ്പലാട്ടിൽ വരുന്നുണ്ട്. അതെവിടുന്നാ? അല്ല ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അവിടുന്ന് വന്നിട്ടുണ്ട്. അത് കിട്ടും. അപ്പൊ എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചി, നമ്മുടെ എന്താ പറയാ രേണു ചേച്ചി പറയാ സ്നേഹം മാത്രം ചേച്ചിനെ കണ്ടിട്ട് അത് അനുഗ്രഹിച്ചത്, അത് നമ്മള് അനുകരിച്ചുള്ളത്. ചേച്ചിക്ക് മാനസികമായിട്ട് വിഷമമായിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞേക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക് രേണു ചേച്ചി, എത്ര ആൾക്കാർ ഒരു കാണുന്നുണ്ട്, എത്ര സെലിബ്രിറ്റികളെ കാണുന്നുണ്ട്. ചേച്ചിനെ മാത്രം ഒരു നോട്ട് ചെയ്തത് ചെയ്തെങ്കിൽ ചേച്ചിനോട് ഇവർക്കൊരു എന്താ ഒരു താല്പര്യം ചേച്ചിയുടെ കഥാപാത്രം അങ്ങനെ അഭിനയിച്ച് ദേഷ്യം കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെ അല്ല, നമ്മൾ അതിനോട് ആ ഫേസിനോട് നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അതേപോലെ ചെയ്യുന്നത് മാത്രമേ. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും വളരെ വളരെ സന്തോഷം. ഞാനിപ്പോ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട എനിക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നല്ല, ഇനി കിട്ടാൻ പോണതാണ് ഉത്തരം. ഇല്ലടാ, എല്ലാം എത്തട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ, സിനിമയിലേക്ക് എത്തട്ടെ, നിങ്ങളുടെ കണ്ടന്റുകൾ ഞാൻ പറഞ്ഞില്ലേ. പറയട്ടെ, നമ്മുടെ ചാങ്കോച്ചേട്ടൻ ആ ചേട്ടനാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരുപാട് എല്ലായിടത്തും പറഞ്ഞു നടക്കട്ടെ. ഉറപ്പായിട്ട് പറയണം. അപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. എന്തായാലും ലോക പ്രശസ്തമാരാവട്ടെ. എല്ലാവിധ ആശംസകളും ദൈവത്തിന് മുന്നിൽ അതെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കഷ്ടപ്പാട് അത്രത്തോളം പോയിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല, ഇതില് മാക്സിമം പറഞ്ഞിട്ടില്ല. ഒരു അംശം പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പീക്ക് ലെവലിൽ പോയിട്ട് വന്നേക്കുന്നത് ഇനി നമ്മൾ തമ്മിൽ കാണും. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതിനെക്കാട്ടും ഇരട്ടി ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. എത്രയും പെട്ടെന്ന് നമ്മൾ ഇരിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനലിൽ ജാങ്കോ സ്പേസിലേക്ക് കുറച്ചേരം ഇരുന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. ഓക്കെ ബ്രോ, താങ്ക് യു.